ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഈ മുറിയും പശ്ചാത്തലവും കാണിക്കുന്നത് മറ്റൊന്നിനുമല്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലോക്കിൽ സമയം കാണാൻ ഏകദേശം സമയം എത്രയായി എന്നുള്ളത്. ഇത് രാത്രിയാണ്. ഇപ്പം ഈ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമില്ല, ഞങ്ങളിവിടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ജനങ്ങളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു വളരെ നല്ലൊരു സ്ക്രിപ്റ്റ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് വരുന്നത്. ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പേരാണ് ഷമീജ് ഓ മേപ്പയൂർ കുട്ടപ്പൻ എന്ന് കേട്ടിട്ടില്ല, അതേപോലത്തെ വലിയൊരാളാണിത്. ഈ വ്യക്തി വളരെ സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ് ആയിട്ടുള്ള ആളാണ്. ഇയാളുടെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBL നോട്ടടിയിലാണ്. അപ്പൊ അതെ അതെ അതെ. അപ്പൊ ഇയാള് ഞാനുമായിട്ട് കണ്ടുമുട്ടിയ സാഹചര്യങ്ങളൊന്നും ഇതിനകത്ത് പറയാനില്ല. ഒരു സ്ക്രിപ്റ്റിന്റെ തുടക്കം ഉണ്ടെന്ന് പറഞ്ഞ് പല പ്രാവശ്യം വിളിച്ചു. ഒന്ന് കേട്ടപ്പോ വലിയ സംഭവമായിട്ടൊന്നും ആദ്യഘട്ടത്തിൽ തോന്നിയില്ല. അല്ല, ഇതിനു മുമ്പ് ഞാൻ ആരാന്ന് പറയാണ്ട് കഥ പറഞ്ഞിട്ട് എന്തുട്ടാ, ഇവർക്കാരൊക്കെ എന്നെ അറിയാമോ? അല്ലല്ല, ഞാൻ ആരാന്ന് ആദ്യം പറയട്ടെ. എന്റെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 17 വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രി തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ്. ബോളിവുഡില് അത്യാവശ്യം കുറെ TV കൊമേഴ്ഷ്യലും എഡിറ്റിങ്ങും ഡയറക്ഷനും കഥയെഴുത്തൊക്കെ ആയിട്ട് അറിയപ്പെടാത്ത ഒരു ചെറിയ നല്ല കലാകാരനാണ്. 2 സിനിമകൾ ചെയ്തു. അതിലല്ല ഇമ്പോർട്ടന്റ്, നമ്മൾ ഈ കഥയിലേക്കാണ്. അപ്പൊ ഞാൻ ദൈവഭാഗ്യം അത്രേ ഉള്ളൂ, അതൊന്നും വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ കമൽ സാറിനെ പോലും വലിയ വലിയ ഡയറക്ടർമാരൊക്കെ എത്രയോ ഇരിക്കണം, ഇങ്ങനെ ഷർട്ട് ഊരി കള്ളോണം എത്രയോ പടങ്ങൾ ചെയ്തേക്കുന്ന വലിയ വലിയ ഡയറക്ടർമാരിക്കും നമ്മളൊക്കെ ചെയ്യുന്ന വലുതാണ്. അതൊന്നല്ല, 27ഓളം പടം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹിന്ദി സിനിമ ചെയ്തിട്ടുണ്ട്, ഡയറക്ട് ചെയ്തിട്ടുണ്ട്, തമിഴ് സിനിമയും ചെയ്തിട്ടുണ്ട് 2014. ഓക്കെ. അപ്പൊ നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഒരു നല്ല കഥ വേണം എന്ന് ഓർത്തുകൊണ്ട് കുറെ കഥകൾ എഴുതി. 17 എഴുതിയെങ്കിലും ഒന്നും അത്ര എന്താ പറയുക, എഴുതി പൂർത്തിയാക്കി കഴിയുമ്പോൾ കഥയോടുള്ള താല്പര്യം തീരെ ഇല്ലാണ്ടാവുക ചെയ്യാറുണ്ട്. ഈ കഥയിൽ അട്രാക്ഷൻ എന്ന് തോന്നിയത് ഇതുവരെ കാണാത്ത പ്ലോട്ടൊന്നുമല്ല. ഓൾ വേൾഡിൽ 34.5 പ്ലോട്ട്സ് ആണ് സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് വലിയ വലിയ വ്യക്തികൾ പറഞ്ഞും എഴുതിയൊക്കെ വായിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ആ പ്ലോട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. മാക്സിമം എല്ലാ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഫിലിംസിലും നമ്മൾ ടച്ച് ചെയ്യാറുള്ള പ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ 5 to 6 5-6 പ്ലോട്ടിനകത്തുള്ള കഥകളൊക്കെ ഇവിടെ രൂപീകരിക്കാറുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അതിന് ബിയോണ്ട് ആയിട്ടുള്ള പ്ലോട്ട് ആര് ട്രൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ അൺസക്സസ് ആയിട്ട് പോയിട്ടുള്ളൂ. ബിയോണ്ട് ദ ലെവലില് ടച്ച് ചെയ്തേക്കുന്ന ചില പ്ലോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ഇൻസെപ്ഷൻ പറയാം, അതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഇത് അങ്ങനത്തെ ഡിഫറെന്റ് ഒന്നും നമ്മൾ പറയണില്ല. ജനങ്ങൾ എൻജോയ് ചെയ്യുന്ന നല്ല രസമുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു ക്യാമ്പസ് ഫിലിം എന്നാണ് പറയാം. അങ്ങനെയൊക്കെ നമ്മൾ പറയണോ? അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ കണ്ട എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമത്തിൽ ഇങ്ങനെ ജീവിതത്തിലെ കഥയാണ്. നിങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ ക്യാമ്പസിൽ പോയിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ശരിക്കും തോന്നും ചോക്ലേറ്റ് ടൈപ്പ് കഥയേ അല്ല. അങ്ങനെയൊന്നും വിചാരിക്കില്ല. ചോക്ലേറ്റ് ഇതൊന്നും നമ്മൾ കമ്പയർ ചെയ്യാനില്ല. അതൊരു വളരെ നല്ല പടമായിരുന്നു. ഇതും ഒരു വളരെ നല്ല പടമായിരിക്കും. ഇതില് നല്ലൊരു പ്രണയമുണ്ട്. ആ പ്രണയത്തിന്റെ മ്യൂസിക് അതെ ഏകദേശം എങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങളിങ്ങനെ വെറുതെ ഇമാജിൻ ചെയ്യണതാണ് കേട്ടോ, അല്ലാതെ ഇങ്ങനെയാണ് ഒന്നും പറയാൻ വേണ്ടല്ല. അത് നമ്മുടെ മ്യൂസിക് അവിടെ കിടന്നോട്ടെ, നമ്മുടെ പ്രണയഗാനമല്ലേ. ഇതിന്റെ പ്രണയത്തിന് വളരെ നമ്മുടെ ജീവിതവും ഒക്കെ ആയിട്ട് വളരെ എന്താ പറയുക, ടച്ചിങ് തോന്നും. നമ്മളൊക്കെ പ്രണയിക്കാത്ത ആരും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇല്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ പ്രണയിച്ചേക്കുന്ന അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ അമ്മ പെങ്ങന്മാരുടെ അടുത്ത് പെരുമാറുന്ന പോലത്തെ അവസ്ഥയൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഘട്ടം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അയ്യോ, അത് ലാപ്ടോപ്പും തിരിച്ചു. അയ്യോ, അതെവിടെ പോയി? അതിന്റെ പടത്തിന്റെ ടൈറ്റിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടോ നിങ്ങള്. ഇതാണ് പടത്തിന്റെ ടൈറ്റിൽ, MPhil ഗണിതശാസ്ത്രം. ആ ടൈറ്റിലിൽ തന്നെ അതിന്റെ ഒരു രസം ഉണ്ടാവൂലേ. അപ്പൊ ഇതിന്റെ സ്റ്റാർ കാസ്റ്റിംഗ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒന്നും ഇപ്പൊ പറയാറായിട്ടില്ല. അതിന്റെ എന്താ പറയുക, നല്ല പണിപ്പരയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ലോകം. 1.5 മാസമായിട്ട് ഞങ്ങൾ ഈ ലോകത്തിരുന്നിട്ടാണ്, ഈ ബോംബെ കാണുന്ന ഈ ചെറിയൊരു ഫ്ലാറ്റിൽ ഇരുന്നിട്ടായിരുന്നു
ചെറിയ കഞ്ഞിയും പപ്പടമൊക്കെ കൂട്ടി, പപ്പടവും അതെ, മിനറൽ വാട്ടറും, മിനറൽ വാട്ടർ അല്ല, പൈപ്പ് വെള്ളം, പൈപ്പ് വെള്ളം ആദ്യത്തെ കഥയായിരിക്കും ചിലപ്പോൾ എന്ന് പറയാൻ പറ്റുമോ? ഇതുപോലെ എത്രയോ വ്യക്തികൾ കാണും നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നത്. ഇതിനകത്ത് യാതൊരു കളങ്കമില്ലാത്ത വളരെ സത്യസന്ധമായിട്ട് ചെയ്തേക്കുന്ന ഒരു കഥയാണ് ഇതിന്റെ. പിന്നെ ഇത് എഴുതാൻ സഹായിച്ചിട്ടില്ല ഒരുപാട് പേരെ, ഒരുപാട് പേര് എന്താണ് ഇതിന്റെ ഡിസ്കഷനിൽ നമ്മൾ സമീപിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, ഫോണിൽ കൂടെ ഇവിടെ വന്നു പലരും സഹായിച്ചിട്ടുണ്ട്. അവർക്ക് നന്ദി പടത്തിൽ പറയൂല, പക്ഷെ അവർക്ക് നന്ദി നമ്മൾ കൊടുക്കൂല, എഴുതി കാണിക്കുകയില്ല. പക്ഷേ അവർക്ക് എല്ലാവർക്കും മുഖം കാണിക്കാനുള്ള എവിടെയൊക്കെയാണോ അവർക്ക് സൂട്ടാകുന്നത് അത് കൊടുക്കാൻ നമ്മൾ ഏകദേശം കൊടുക്കും. ഉറപ്പായിട്ടും ഈ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് അഭിനയിക്കണം എന്നുള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോ, ഇതിനകത്ത് നല്ലൊരു വേഷം തരാം. കാരണം ചെറിയ കുട്ടി മുതൽ 65 വയസ്സ് വരെ എല്ലാ തരത്തിലുള്ള ക്യാരക്ടർ, 65 വേണി അമ്മമാര് നമ്മൾ അവസരം കൊടുക്കാം എല്ലാവർക്കും. നിങ്ങൾ പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഞങ്ങൾ ഇനി ഇതേപോലെ കഷ്ടപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ഇങ്ങനെ എഴുതാനുമില്ല, ഇത്തരം ടോർച്ചറിങ്ങിനും ഞങ്ങളില്ല. ഇത് എന്റെ ആദ്യത്തെ കഥ ഇദ്ദേഹത്തിന്റെ 18ാമത്തെ കഥയായിട്ടുണ്ടെന്ന് തോന്നുന്നു. 18 കഥകളും എഴുതിയിട്ടുണ്ട്. അതില് കാര്യമൊന്നുമില്ല, എന്റെ എത്രയാണെന്നുള്ളതല്ല, ഇതാണ് നിങ്ങൾ വരെ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇദ്ദേഹം കഥ എന്നെ എഴുതിപ്പിച്ചതാണ്. ഞാൻ ഇന്ന് വരെ നോവലോ ഒന്നും വായിച്ചിട്ടില്ല. നോവലെന്നല്ല, ഒരു പടം പോലും മുഴുവൻ കാണാത്ത ആളാണ് ഇയാള്. പടം കാണുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ അതിലും രസമാണ്. ഫാസ്റ്റ് ഫോർവേഡിൽ പടം കാണുന്ന ആളാണ്. 3 Idiots എന്ന് പറഞ്ഞ പടം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇന്നലെയാണ് കണ്ടത്. ഇതുവരെ അതുപോലും കണ്ടിട്ടില്ല. അപ്പൊ സിനിമയുടെ പാരമ്പര്യം മനസ്സിലായി. ഇയാളുടെ ത്രെഡും ഇയാൾ എഴുതിയിരുന്ന സ്റ്റോറിയുടെ ആ ഒരു തലം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എന്തോ ചെയ്യാനുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതിനകത്ത് വർക്ക് ചെയ്തതും. എന്നോട് പറഞ്ഞത് അത് തമിഴ് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു ഇത് മലയാളത്തിൽ ചെയ്യണം ആദ്യം, എന്നിട്ട് വേണമെങ്കിൽ തമിഴ് പോയിക്കോ. കാരണം ആ രീതി അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ സിനിമ തമിഴിലാണ്. പിന്നെ ഇതിൽ പറഞ്ഞ നല്ലൊരു പ്രണയഗാനുണ്ട്. അതിന്റെ മ്യൂസിക് ഒന്നുകൂടെ കേൾപ്പിക്കുകയാണ്. ഇതേപോലെയല്ല, അതെ, ഇതിനകത്ത് വിപ്ലവഗാനം ഉണ്ടാവും, മനസ്സിനെ ഭയങ്കര അധികം ടച്ച് ചെയ്യുന്ന, എന്താ പറയുക, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റ് സാധനങ്ങളൊക്കെ അതിനകത്ത് വരും. പിന്നെ എല്ലാം മുതൽ ഇത് തുടക്കം മുതൽ എൻഡ് വരെ 100% ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ മീശ വെടിച്ചു കളഞ്ഞേക്കാം. എനിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വലിയ വലിയ വാഗ്ദാനവും തരാൻ നമുക്കൊന്നും. പക്ഷേ നല്ലൊരു സിനിമയായിരിക്കും, അത് ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. 101% ഉറപ്പാണ്. ഇതിൽ നല്ലൊരു ആക്ടർ കിട്ടാതെ അഭിനയിക്കുന്ന ഒരു ലോ ലെവൽ ആക്ടർ ആണെങ്കിൽ പോലും പടത്തിന് നല്ല സ്കോപ്പ് ഉണ്ടാവും. അത്രയും നല്ല രീതി 100%. അപ്പൊ അത്രയും നല്ല രീതിയിലൊരു കഥ ആണെന്ന് എനിക്ക് തോന്നി. എന്നെ കൊണ്ട് എഴുതിപ്പിച്ച കഥ. ഇനി നമുക്ക് നിർത്താം. ഗുഡ് നൈറ്റ്. മ്യൂസിക്.